മീസാങ്കലിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആശയപരമായി പല വ്യത്യാസങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും, പല ആദർശ വ്യത്യാസങ്ങളുണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഈക്കാരുണ്ടാവും, ഏപിക്കാരുണ്ടാവും. കേവല രാഷ്ട്രീയത്തിന് വേണ്ടി പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് പച്ചയായി അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു രംഗമാണ് ഈ സഹോദരിയിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ഏത് വിഷയത്തിലാണോ ഖുർആൻ ഇത് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറിച്ചിട്ടു. ആ ആയത്ത് ഓതിയിട്ട് ഈ സഹോദരി ചെയ്തത് അടുത്ത ഒരു ഗണ്ണികയിൽ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാണ്. അതായത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ, അതിനെ ഖുർആൻ മുഫസ്സിറുകൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീം, എന്താണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വഴിയാണത്, അതായത് ആദർശമാണത്. ഇസ്ലാമിൻ്റെ തനതായ ആദർശം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സഹോദരി പറയുന്നതോ, നിങ്ങൾ മുജാഹിദ് ആയിക്കോട്ടെ, നിങ്ങൾ ജമാഅത്ത് ആയിക്കോട്ടെ, നിങ്ങൾ സുന്നി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതായിക്കോട്ടെ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. എന്തിനൊന്നിച്ച് നിൽക്കണം? വോട്ടിന് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിനെ, ഗൗരവകരമായ വിഷയമാണിത്, ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. എന്താണ് ഇതിനെതിരെ പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത്? കൃത്യമായ മതനിന്ദയല്ലേ ഇത്? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ അഹദ്, ഒന്നുകിൽ അഹദ് അള്ളാഹുവിൻ്റെ കരാറ്. എന്താണ് അള്ളാഹുവിൻ്റെ കരാറ്? അള്ളാഹുവിൻ്റെ കരാർ എന്താണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനാണ്. ആ ദീനെന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതായത് നിങ്ങൾ മുജാഹിദാകാൻ പാടില്ല, നിങ്ങൾ ജമാഅത്താകാൻ പാടില്ല, പിഴച്ച വിശ്വാസത്തിലേക്കൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഖർജുവായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വഴിയിൽ നിങ്ങൾ നിൽക്കണം എന്നാണ് ആയതിൻ്റെ അർത്ഥം തന്നെ. എന്നിട്ട് അതിനെ നേരെ മറിച്ചിട്ട്, എന്നിട്ട് അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആയത്തുകളും ഹദീസുകളും മോദിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുക. ഇതേ ആശയം തന്നെയാണ് ചില തൊപ്പിവെച്ച ഹുദവികളും അതുപോലെ മറ്റുള്ള ആളുകളും ഇതേ ആശയം പ്രസംഗിക്കുക. എന്ത്? നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, നിങ്ങൾ മുജാഹിദ് ആയിക്കോട്ടെ, ആശയം പലതായിക്കോട്ടെ. ഇതാണോ ഒരു പണ്ഡിതൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ആശയം പലതാകാൻ ഏതായാലും പ്രശ്നമില്ല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കീഴിലായാൽ മതി. ഇതാണോ ആത്യന്തികമായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്? അവൻ്റെ ദീനല്ലേ സംരക്ഷിക്കപ്പെടേണ്ടത്, അവൻ്റെ ആദർശമല്ലേ സംരക്ഷിക്കപ്പെടേണ്ടത്? അതല്ലേ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഏറ്റവും ചുരുങ്ങിയത് അത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് കുഴപ്പമില്ല എന്ന ലാഘവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന പരിപാടിയെങ്കിലും അവസാനിപ്പിക്കണ്ടേ? ഏത് ആശയത്തിലായാലും കുഴപ്പമില്ല, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നിന്നാൽ മതി എന്ന ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിച്ചാൽ നിങ്ങൾക്ക് ആഖിറം എന്തായാലും കുഴപ്പമില്ല, ദുന്യാവ് മതി എന്നൊരാശയത്തിലേക്കല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇവരൊക്കെ പഠിച്ചിറങ്ങിയത്? ഇവരൊക്കെ എന്താണ് പഠിച്ചിറങ്ങിയത്? പർദ്ദയും നിക്കാബും ധരിച്ചിട്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് വോട്ട് പിടിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം. മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെയും ഉപയോഗിച്ച് ഇത്തരം ദുർവ്യാഖ്യാനം ചെയ്ത് പരിശുദ്ധമായ ദീനിനെ കൊച്ചാക്കുന്ന രീതി, അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ, പരിശുദ്ധമായ സിറാത്തുൽ മുസ്തഖീമിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റി അതിനെ വില കുറച്ച് കാണിച്ച്, ദീനിനെ വില കുറച്ച് കാണിച്ച് ദുന്യാവിന് ദീനിനെ വിൽക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം.
ഇനി ഇവർ പറഞ്ഞ് കൊണ്ടെത്തിക്കുന്ന ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ വന്നു നോക്കുക, പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വന്നു നോക്കിയാൽ എന്താണ് അവസ്ഥ? നിങ്ങൾ ആശയങ്ങൾ ഏതായാലും പാടില്ല, മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ, നിങ്ങളെന്താവണം? ഒന്നിച്ച് നിൽക്കണം. അതായത് വോട്ട് ഏകീകരിക്കണം എന്ന് പറയാം. എന്നാൽ ആരൊക്കെയാണ് ഒന്നിച്ച് നിൽക്കേണ്ടത്? ചില ആളുകളെ ഇവർക്ക് പറ്റൂല. PDPയും ഇവരും തമ്മിൽ ഒന്നിച്ച് നിൽക്കുമോ? PDPയും SDPയും ഒന്നിച്ച് നിൽക്കുമോ? ഇവരെല്ലാം കൂടി ഒന്നിച്ച് ചേരാൻ പറ്റുമോ? അവിടെ അതിർവരമ്പുകൾ വെക്കും. അവിടെ ഈ ഹബിൽ ഇല്ല, അള്ളാഹുവിൻ്റെ പാശമില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ പാശം പിടിക്കാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്താണ്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഇവർ അള്ളാഹുവിൻ്റെ ഹബിലാണ്, ചില മണ്ഡലങ്ങളിൽ ഹബിലല്ല. ഉദാഹരണമായിട്ട് മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ SDPI അള്ളാഹുവിൻ്റെ ഹബിലാണ്. മറ്റുള്ള മണ്ഡലങ്ങളിൽ SDPI എന്താകരുത്? അള്ളാഹുവിൻ്റെ ഹബിൽ പിടിക്കരുത്. ഇതാണോ ഈ ആയത്തിൻ്റെ ആശയം? ഖുർആൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനം നടക്കുക, ഹദീസുകൾ ഓതിയിട്ട്, ഹദീസുകൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മതങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ദീനിനെ കൊച്ചാക്കുന്ന, മതത്തെ നിന്ദിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. ഈ കമ്മ്യൂണിസം അതിലേക്ക് പോകാൻ പാടില്ല എന്ന് ഖുർആൻ ഓതിയിട്ട് ചില ആളുകൾ പ്രസംഗിക്കുക. ഖുർആൻ ഓതിയിട്ട് പ്രസംഗിക്കുന്ന അതേ ആളുകൾ ആ കമ്മ്യൂണിസത്തെ തന്നെ, ആ കമ്മ്യൂണിസത്തിൻ്റെ മറ്റൊരു വേർഷനായ CMPയെയും RMPയെയും ഒക്കെ വാരിപ്പുണരുക. അതാകുമ്പോൾ പ്രശ്നമില്ല. അതിൽ കമ്മ്യൂണിസ്റ്റ് അല്ലേ, അതിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് CMP RMP ഒക്കെ. അതുപോലെ അതിർത്തി കടക്കുമ്പോൾ കമ്മ്യൂണിസം ഹറാമല്ലാത്ത ഒരവസ്ഥ വരിക. അപ്പോൾ ഇതിലൊക്കെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളൊക്കെ സ്വീകരിക്കാം. അത് ജയിക്കുന്നതിന് വേണ്ടിയിട്ട്, വോട്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഏത് നയങ്ങളും അടവുകളും നിങ്ങൾ സ്വീകരിച്ചോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെ അതിനു വേണ്ടി നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം അത് മതവിരുദ്ധമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ എല്ലാ വേർഷനും അങ്ങനെ തന്നെയാണ്. അത് വടകരയിലാകുമ്പോൾ അത് പരിശുദ്ധ നെയ്യായി മാറുന്നില്ല, അത് CMP ആകുമ്പോൾ അത് ഹലാലാകുന്നില്ല, RMP ആകുമ്പോൾ അത് പുണ്യമാകുന്നില്ല. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം അത് എപ്പോഴും ഒരു മുസ്ലിമിന് അതിനോട് അടുത്ത് നിൽക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം. എന്നാൽ അരിക്കും തുണിക്കും പണിക്കും വേണ്ടിയിട്ട് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പോലത്തെ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലേക്ക് ആവാഹിക്കാതെ, ഉൾക്കൊള്ളാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. അവരൊന്നും ആ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ RMPയോടും മറ്റുമൊക്കെ സഹകരിക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇതിനോട് സഹകരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സഹകരിക്കുന്നത്. ഇനി കേരളത്തിൽ തന്നെ പണ്ട് സഹകരിച്ചത്, ബാഫഖി തങ്ങളുടെ കാലത്ത് സഹകരിച്ചത്, ഇനി ഭാവിയിൽ ചിലപ്പോൾ സഹകരിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഈ ഒരു നിലക്കാണ്. അപ്പോൾ അതിനെ മതത്തിൻ്റെ ലേബലിലേക്ക് കൊണ്ടുവന്ന് അതിനെ മതവൽക്കരിച്ച്, മതത്തിൻ്റെ ആയത്തുകളും ഗ്രന്ഥങ്ങളും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് ഒരിക്കലും നിങ്ങൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടും വോട്ടിന് വേണ്ടിയിട്ടും ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കരുതേ എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.